നിർണായകമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ SIT ഡി മണിയോട് ചോദിക്കുന്നത്. അതിൽ ഈ വിഗ്രഹക്കടത്ത് ഡി മണി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേൾവി മാത്രമാണ് ഉള്ളത്. ഈ ബാലമുരുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണാണ് താൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ ഈ ഫോണിലേക്ക് വിളിച്ചു. അങ്ങനെ ഈ ഫോൺ ട്രാപ്പ് ചെയ്ത SIT ഇവിടേക്ക് എത്തുകയാണ് എന്ന തരത്തിലുള്ള മൊഴി എന്ന് പറയാൻ കഴിയില്ല, വിവരമാണ് ഡി മണി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ SIT ഇത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി തന്നെ അറിയില്ല. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ MS മണിയെ ചോദ്യം ചെയ്യുന്നത്. ഈ ഡിണ്ടിക്കളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും വീട്ടിലും കൃത്യമായ തെളിവുകളുടെയും റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് SITയുടെ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കേരളത്തിലേക്ക് SIT കേരളത്തിലേക്ക് ഒരു പക്ഷേ ഡി മണിയെ SIT വിളിപ്പിച്ചേക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ കൂടി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ഇപ്പോഴും SITയുടെ മുന്നിലുണ്ട്. ചില ക്ലാരിറ്റികളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഗ്രഹക്കടത്തിനെ പറ്റി അറിയില്ല എന്ന് പറയുമ്പോൾ പോലും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് ഡി മണിക്കുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും SITയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനൊക്കെ തന്നെയും വ്യക്തത വരുത്തുവാൻ ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയും. സനസ ശോഭാചന്ദ്രൻ തുടരുകയാണ്. സനസ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ ജയിലിലെത്തി SIT സംഘം ചോദ്യം ചെയ്യല്ലോ. അപ്പോൾ ആ ചോദ്യം ചെയ്തപ്പോൾ പോറ്റി പറഞ്ഞിരുന്നതും ഈ ഡി മണിയെ അറിയില്ല എന്നുള്ള ഒരു മൊഴിയല്ലേ SITയോട് നൽകിയത് പോറ്റി? അജയ്, ഇതിൽ അനുമാനിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാലമുരുകന്റെ നമ്പറിലേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഫോണിൽ നിന്നും ഫോൺ കോൾ പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കമുള്ള കടത്തിൽ സംഘത്തിൽ ബന്ധമുണ്ടോ എന്ന തരത്തിൽ ഒരു പ്രവാസി വ്യാപാരിയുടെ മൊഴി വന്നതിന് ശേഷം ഉള്ള ആ ഒരു അന്വേഷണത്തിന്റെ പാത പോയത് ഇത്തരത്തിലാണ്. അപ്പോൾ ഈ ഫോൺ കോൾ വന്നത് പോറ്റിയുടെ ഫോണിൽ നിന്നാണോ ബാലമുരുകന്റെ നമ്പറിലേക്ക് ഫോൺ കോൾ വന്നത് എന്നതാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. കൂടാതെ തന്നെ ഈ MS മണി എന്ന് പറയുന്ന ഇയാൾ, ഡി മണി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇയാൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ പോറ്റിയുടെ ചിത്രം തനിക്ക് SIT കാണിച്ച് ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോറ്റിയുമായി ബന്ധപ്പെടുത്തിയാണ് ചോദ്യം ചെയ്യൽ, ഇന്ന് നടന്ന ചോദ്യം ചെയ്യലിലൊക്കെ നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ കേസുമായിട്ട് ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ 4-നോ 5-നോ ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇയാൾ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ എന്തായാലും പോറ്റിയുമായി ഒപ്പം ചേർന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ പോറ്റി ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. സനസിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ തന്നെ മടങ്ങിയെത്താം.